Magnesium we have seen 282. Next aluminium with the atomic number 3, that is 283. Silicon 14, 284. Phosphorus 15, 285. Sulfur 16, 286. Chlorine 17, 287. Argon 18, 288. Okay, so look at this. So we have distributed the electrons in the various shell according to the accommodating power. ഇവിടെ എത്തുമ്പോൾ 8 കംപ്ലീറ്റ് ആയി, പിന്നെ അടുത്തത് 1 ഇവിടെ 2 ഇവിടുത്തെ 2 കംപ്ലീറ്റ് ആയി, പിന്നെ അടുത്ത ഷെല്ലിലോട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ വേ വി ആർ ഫില്ലിങ്. ദാറ്റ് മീൻസ് കെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എൽ ഷെല്ലും, എൽ ഷെല്ല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എം ഷെൽ ഫില്ല് ചെയ്യും. Then how to draw the structure of these elements? Okay, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഫസ്റ്റ് ഷെൽ, അതായത് ഒരു ഷെല്ലേ ഉള്ളൂ, കെ മാത്രം നമ്മൾ വരയ്ക്കുന്നു. അവിടെ ഒരു ഡോട്ട് കൊടുത്താൽ അതെന്തായി, ഇലക്ട്രോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, നമ്മൾ കെ എഴുതിയില്ലേ, ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറയുന്നത് ഇതനുസരിച്ചാണ്. 1 എന്ന് പറയുമ്പോൾ ഒരു ഷെല്ലേ ഉള്ളൂ, അടുത്തത് കെ, അടുത്തത് എം, അപ്പം കെ ഷെല്ലിൽ 1, അപ്പം ഒരു സർക്കിള്. ഓക്കെ, ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ കെ ഷെല്ലിലുണ്ട്. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? 2. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ചെയ്തു. ഇനി ലിത്തിയം ഹാസ് ദ അറ്റോമിക് നമ്പർ 2, 1. കെയിൽ 2, എല്ലിൽ 1. സോ കെ ഷെല്ലിൽ 2, പിന്നെ എൽ ഷെല്ലുണ്ടായത് അടുത്ത ഷെല്ലും കൂടെ വരച്ചു 1. അടുത്ത ബെർലിയത്തിന് 4 ആണ്, ആദ്യത്തെ കെ ഷെല്ലിൽ 2 വരച്ചു, അടുത്തത് എൽ ഷെല്ലിൽ 2 വരച്ചു. അങ്ങനെ വരച്ചു വരുമ്പോൾ ഇവിടെ നിയോൺ എത്തുമ്പോൾ 2, 8 എന്നാവും. അപ്പോൾ സെക്കൻഡ് ഷെല്ല് കംപ്ലീറ്റ് ആയി 8. അടുത്തത് സോഡിയം 11 ആണ്, 2, 8, 1. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് 2 വരച്ചു, സെക്കൻഡ് ഷെല്ല് 8 വരച്ചു. അപ്പോൾ എം ഷെല്ലിൽ അടുത്ത 1 വരച്ചു. So like that we can draw all the structures. So listen carefully and draw the structure. Okay, you can draw this in your notebook. So this is the order K, L, M, N. One more thing you have to study in this chapter is valence electron. So we have studied that the electrons are distributed in various shell. Various shell എന്ന് പറയുമ്പോൾ കെ, എൽ, എം, അങ്ങനെ ഓരോന്ന് ഇലക്ട്രോൺസിൻ്റെ നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ അനുസരിച്ച് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. So when we are distributing this electron in the various shell, we will get a particular electron. അപ്പം ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ. സോ വാലൻസ് ഷെൽ ഈസ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ്. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെല്ലേ ഉള്ളൂ, അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്ന കെ. ഹീലിയത്തിൻ്റെ വാലൻസ് ഷെല്ല് കെ തന്നെയാണ്. ലിഥിയത്തിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്ന അവസാനം കിടക്കുന്ന ഷെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാലൻസ് ഷെൽ എന്ന്. അപ്പം എല്ലിൻ്റെ ഷെൽ എത്രയാണ്? 1 ആണ്. സോറി, ലിഥിയത്തിൻ്റെ ഷെല്ല് എത്രയാണ്? അവസാനത്തെ ഷെല്ല് എല്ലാണ്, അതുകൊണ്ട് വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 1. കാർബണിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നതും എല്ല് തന്നെയാണ്. ബട്ട് the valence shell of sodium is M because the outermost shell is M. So valence shell is the outermost shell present in an atom. So one more thing you have to remember, that is valence electron. ആ വാലൻസ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് എത്രയാണോ അതിനെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. The electron that present in the valence shell we call them as valence electron. The number of electrons that present inside the valence shell. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. അപ്പം
കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 എന്താണ് 4 എന്ന് പറയാൻ കാരണം വാലൻസ് ഷെല്ല് എല്ലാണ്, അതിൽ കിടക്കുന്ന ഇലക്ട്രോൺ 4. സോഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? വാലൻസ് ഷെല്ല് എം ആണ്, എമ്മിനകത്തുള്ള ഇലക്ട്രോൺ 1 ആണ്. ഓക്കെ, സോ വാലൻസ് ഷെൽ ഓഫ് സിലിക്കൺ ഈസ് 4 because valence shell is M and the valence electron is 4. So this is the valence electron. So electrons which are present in the outermost shell of an atom are called valence electron. Suppose sodium, if you want to find out the valence electron, atomic number is 11, then we have to write the electronic configuration 281. Thus we can say that the outermost shell is L shell, that is here, and the electron present in here is 1. So the valence electron of sodium is 1. Okay, the chemical properties of an atom depend on these valence electron. നമ്മൾ അടുത്ത വർഷമൊക്കെ പഠിക്കും. We will study in the next year the chemical properties. ഈ chemical properties ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പറിനെ അനുസരിച്ചാണ്. How two elements are combining together, that depend upon the valence electron present in it. Okay, so one more thing you have to remember, the octet rule. Octet rule means we have distributed the electrons in the various shell. നമ്മൾ ഓരോ ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ കെ ഷെല്ലിൽ 1, അതായത് അതിനകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് 2. ഇതിന് മാക്സിമം എത്ര ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? 2 ഉണ്ട്. 2 ഹോൾഡ് ചെയ്യാം, പക്ഷെ 1 ഉള്ളൂ. അപ്പോൾ ഇനി എത്രയും കൂടെ വേണം ഇവിടെ കംപ്ലീറ്റ് ആകാൻ? 1 കൂടെ വേണം. അപ്പോൾ ഈച്ച് ഇലക്ട്രോൺ wanted to become stable by acquiring ടോട്ടൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ. ഓരോ എലമെൻസും അവരുടെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, ഈച്ച് എലമെൻറ്റ് wanted to be stable by acquiring full electrons in that particular shell. അപ്പോൾ ഓരോ എലമെൻറ്റ് ഫുൾ ഇലക്ട്രോൺസ് അക്വയർ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ആ റൂളിനെ പറയുന്ന പേരാണ് octet rule. So an element with 8 electrons in an outermost shell is said to possess a complete octet. നമ്മളിവിടെ കംപ്ലീറ്റ് ഒക്റ്ററ്റ് അല്ലെങ്കിൽ ഒരു എലമെൻറ്റിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടുകയാണെങ്കിൽ അത് സ്റ്റേബിൾ ആയി എന്ന് പറയും. അല്ലെങ്കിൽ ഒക്റ്ററ്റായി, ഒക്റ്ററ്റ് എന്ന് വെച്ചാൽ 8 എന്നുള്ള മീനിങ് ആണ്. ഒക്റ്ററ്റായി എന്ന് പറയും. ആ റൂളിനെ പറയുന്ന പേരാണ് octet rule. So each element wanted to become stable by acquiring 8 electrons in the outermost shell. outermost ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക, വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, എന്നാലേ അത് സ്റ്റേബിൾ ആവുകയുള്ളൂ. അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ റൂളിന് പറയുന്ന പേരാണ് octet rule. Okay, an element with 8 electrons in the outermost shell is said to possess a complete octet. Atoms or ions with octet configuration except helium. ഹീലിയത്തിന് 2 ആണ് outermost ഷെല്ലിൽ. അപ്പം കെ ഷെല്ലിനെ സംബന്ധിച്ചപ്പോൾ 2 കംപ്ലീറ്റ് ആണ് അല്ലേ. അപ്പം ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാവരും 8 അക്വയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പം എത്ര എണ്ണമാണോ അക്വയർ ചെയ്യാൻ വേണ്ടത് അതിനെ പറയുന്ന പേരാണ് വാലൻസി. അപ്പോൾ എത്രയും കൂടെ ഇലക്ട്രോൺസ് അതിന് വേണം. ഇപ്പോൾ ഈ ഹൈഡ്രജനെ സംബന്ധിച്ച് ഇവിടെ 2 ആവണം, എത്രയും കൂടെ വേണം? 1 കൂടെ വേണം. അതുകൊണ്ട് ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഹീലിയത്തിന് 0 ആണ് വാലൻസി, കംപ്ലീറ്റ്ലി അത് ഫില്ലായി കഴിഞ്ഞു. ലിഥിയം മീൻസ് എൽ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് 8 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെ 7 കൂടെ വേണം. അപ്പം ഇവിടെ വേറൊരു റൂൾ അപ്ലൈ ചെയ്യുന്നത് ഒരു എലമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ
ഒന്നോ രണ്ടോ മൂന്നോ ഇലക്ട്രോൺസുകൾ ആണ് ഉള്ളതെങ്കിൽ അവർക്ക് അത്രയും കൂടെ ഇലക്ട്രോൺസ്, അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോൺസാണ് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെങ്കിൽ 7 ഇലക്ട്രോൺസ് കൂടെ അവർക്ക് കിട്ടിയാൽ മാത്രമേ ഇവിടെ 8 അക്യൂർ ചെയ്യത്തുള്ളൂ. 7 more electrons it need to become stable. അപ്പോൾ ആ 7 ഇലക്ട്രോൺസ് അവർക്ക് കിട്ടാൻ പാടാണ്. വേറൊരു എലമെൻസിൻ്റെ 7 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ അവർ സ്റ്റേബിൾ ആവത്തുള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ അവരിവിടെ ലൂസ് ചെയ്യാനാണ് ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൂസ് ചെയ്താൽ ഇവിടുന്ന് 1 പോയാൽ ഇവിടെ എത്രയേ ഉള്ളൂ? 2. അതൊരു സ്റ്റേബിളാണ് അല്ലേ? ആ ഷെല്ല് കംപ്ലീറ്റ് ആണ്. അപ്പം ഇതിനൊരു പ്രത്യേക റൂളെന്ന് പറയുന്നത്, ഒരു എലമെൻറ്റിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 2 3 ഇലക്ട്രോൺസാണ് ഉള്ളതെങ്കിൽ അവർ ലൂസ് ചെയ്ത് സ്റ്റേബിൾ ആകാൻ ശ്രമിക്കും. ഓക്കെ. അറ്റ് ദ സെയിം ടൈം, if an elements containing 5, 6 or 7 they gain electron എന്ന് പറയും. അതായത് എവിടെ നിന്നെങ്കിലും അവർക്ക് കിട്ടും. 1 2 3 കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം 1 ലൂസ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ 7 എണ്ണം കിട്ടാൻ പാടാണ്. സോ ഹിയർ ദേ വിൽ ലൂസ് ഇലക്ട്രോൺ. അപ്പോൾ എത്ര എണ്ണം ലൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര എണ്ണം ഗെയിൻ ചെയ്തു ആ നമ്പറിനെയാണ് നമ്മൾ പറയുന്നത് valency. Okay, so the how many electron it lose or how many electron it's gained to become stable, that number of electrons is called its valency. In the case of lithium has the electrons in the outermost shell 1, so it needs 7 more. അപ്പോൾ 7 കിട്ടുന്നതാണോ 1 ലൂസ് ചെയ്യുന്നതാണോ എളുപ്പം? 1 ലൂസ് ചെയ്യുന്നത്. സോ ലിത്തിയം ലൂസസ് 1 ഇലക്ട്രോൺ ആൻഡ് ബിക്കം സ്റ്റേബിൾ. അപ്പോൾ എത്ര എണ്ണം ലൂസ് ചെയ്തു? 1. അതുകൊണ്ട് അതിൻ്റെ വാലൻസി 1 എന്ന് പറയും. ഇൻ ദ കേസ് ഓഫ് ബെർലിയം 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പം അതിന് 1 2 എണ്ണം ലൂസ് ചെയ്യാം, അല്ലെങ്കിൽ 6 എണ്ണം, 8 എന്ന് പറയുന്നത് 6 എണ്ണം കൂടെ കിട്ടണം. 6 എണ്ണം കൂടെ എടുക്കുന്നതിനേക്കാളും എളുപ്പം അതിന് 2 എണ്ണം ലൂസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ലൂസ് 2 ഇലക്ട്രോൺ ആൻഡ് ബിക്കം സ്റ്റേബിൾ. അപ്പോൾ എത്ര എണ്ണം ലൂസ് ചെയ്തു? 2. സോ ഇറ്റ്സ് വാലൻസി ഈസ് 2. ഇഫ് ദ കേസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 5 വാലൻസ് ഇലക്ട്രോൺ. ഇതിന് 8 ആവാൻ 3 കൂടെ വേണം, അല്ലെങ്കിൽ 5 എണ്ണം ലൂസ് ചെയ്യണം. അപ്പോൾ 5 ലൂസ് ചെയ്യുന്നതാണോ 3 ഗെയിൻ ചെയ്യുന്നതാണോ എളുപ്പം? 3 ഗെയിൻ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് അക്വയർ 3 ഇലക്ട്രോൺസ് ഫ്രം അനദർ ആറ്റം. ഇത് 3 ഇലക്ട്രോൺ വേറൊരു ആറ്റത്തിൽ നിന്ന് എടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3. ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. അപ്പോൾ 6ന് 2 കൂടെ കിട്ടിയാൽ അത് സ്റ്റേബിളായി 8 അല്ലെങ്കിൽ 6 ലൂസ് ചെയ്യണം. 6 ലൂസ് ചെയ്യുന്നതാണോ 2 ഗെയിൻ ചെയ്യുന്നതാണോ എളുപ്പം? ഇറ്റ് ഈസ് ഈസി ടു ഗെയിൻ 2 ഇലക്ട്രോൺസ് റാദർ ദാൻ ലൂസിങ് 6 ഇലക്ട്രോൺ. സോ ഇറ്റ്സ് വാലൻസി ഈസ് 2. Like that we can calculate the valency of these elements by losing or gaining the electron. This is called valency. ഇതിന് പറയുന്ന പേരാണ് valency, the combining capacity of an atom. So it's their tendency to react to form molecules. അപ്പോൾ ഇങ്ങനെയാണ് 2 എലമെൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ചില എലമെൻസിന് ഇലക്ട്രോൺസ് വേണ്ട, ചില എലമെൻസിന് ഇലക്ട്രോൺസ് വേണം. അപ്പം 2 എലമെൻസുകൾ തമ്മിൽ ഒരാൾക്ക് ഇലക്ട്രോൺസ് ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വേണ്ട എലമെൻറ്റും ഇത്ര ഇലക്ട്രോൺസ് ലൂസ് ചെയ്യേണ്ട എലമെൻസുകൾ തമ്മിലാണ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. സോ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. യു സ്റ്റഡി വാട്ട് ഈസ് വാലൻസി and how can you calculate the valency. I will explain more in the next class about this valency, how to calculate this valency. Hope you
understood this how to calculate എത്ര ഇലക്ട്രോൺസ് നമുക്ക് സ്റ്റേബിൾ ആവാൻ വേണം, ആ നമ്പറിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. വാലൻസി അറ്റൈൻ ചെയ്യാൻ ലൂസിങ്ങും ഗെയിനിങ്ങും അവിടെ നടത്തും. ചില എലമെൻസിന് ലൂസ് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ, അതായത് ലൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? വാലൻസ് ഇലക്ട്രോണ് ഉള്ള എലമെൻറ്റ്സ്, അതായത് 1, 2, 3, 4 വാലൻസ് ഇലക്ട്രോൺ ഉള്ള എലമെൻസുകൾ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. 5, 6, 7 ഇലക്ട്രോൺസ് ഉള്ളവർ ഗെയിൻ ചെയ്യാൻ കപ്പാസിറ്റി കാണിക്കും. അപ്പോൾ ആ നമ്പർ എത്ര എണ്ണം ലൂസ് ചെയ്താണോ സ്റ്റേബിളായത്, അല്ലെങ്കിൽ എത്ര എണ്ണം ഗെയിൻ ചെയ്താണോ സ്റ്റേബിളായത്, അങ്ങനെയുള്ള ആ ഇലക്ട്രോൺസിൻ്റെ നമ്പറിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, hope you understood this class. Thank you.